ഞാൻ പിന്നെ വരുന്ന ഒരു കൂട്ടുകാരോട് പറയുന്നതാ, ഞാൻ എന്റെ ഒടുക്കത്തെ ഒരു ഇന്റർവ്യൂ ഒടുവിലത്തെ ഇന്റർവ്യൂ കൊടുക്കാൻ പോകുന്നത് ഇത് വേണേ നമുക്ക് റീലാക്കിട്ടല്ലേ ജോസഫ് ഒടുക്കത്തെ ഇന്റർവ്യൂ. ആത്മീയത നിർബന്ധമൊന്നുമില്ല, ആർക്കാണ് നിങ്ങൾക്ക് ആവശ്യം എടുത്താൽ മതി. ബ്രേക്കപ്പ് ഈസ് വേക്കപ്പ് കോൾ എന്നൊരു വീഡിയോ വൈറലായ ഒരു വീഡിയോ ആണ്. ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടി ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ബ്രേക്കപ്പ് ഈസ് വേക്കപ്പ് കോളാണ്. ആൾക്കത് കണ്ടിട്ടൊന്നും തോന്നിയില്ല. ICU എന്നൊരു സെക്കൻഡ് ഹോം പോലെ കൊണ്ടുവരുന്ന ഒരു പെൺകുട്ടിക്ക് ഈ വക അവൻ എന്നെ പറ്റിച്ച് ഇവൻ എന്നെ ഇപ്പം മിണ്ടണില്ല എന്നുള്ള സംഗതികളൊന്നും ഏശില്ല. ഏറ്റവും പറഞ്ഞ മടുത്തിട്ടുള്ള അമ്മയെ കുറിച്ചാണെന്നാണ് എനിക്കും എടുത്തിട്ടില്ല, പക്ഷെ കേൾക്കുന്ന ആളുകൾക്ക് ഇത് ഇയാൾ സ്ഥിരം അമ്മയെ കുറിച്ച് തന്നെയാണെന്ന് പറയും. മൈ മദർ ഇസ് നോട്ട് എ പെർഫെക്റ്റ് മദർ ബട്ട് ഹെർ ഇംപെർഫെക്ഷൻസ് ആർ ആക്സെപ്റ്റബിൾ. തിരി എടുക്കുമ്പോ അപ്പം പറയും ആ ഇളകി എന്ന് പറയും, തിരിയും തിപ്പിടിക്കണം ആ ഇളകി എൻട്രി എന്ന് പറയും. ഇങ്ങനെ ചിലപ്പോൾ പള്ളി പോയിരിക്കും. നിരീശ്വരവാദികളിൽ ഏറ്റവും അവരുടെ പോലെ ഫ്രീഡം അനുഭവിക്കുന്ന ഒരാൾ വേറെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അവർ ദൈവത്തിൽ നിന്ന് പോലും സ്വതന്ത്രനാണ്. നമ്മൾ അധികം ചർച്ച പോലും ചെയ്യേണ്ടെന്നുള്ളതാണ് ഈ ദൈവവും മതവും. ഭൂമിയെ മിസ് ചെയ്തു. ഭൂമി അത്ര സുന്ദരമാണെന്ന ഭൂമി വിട്ടു നിന്ന ഒരു സ്ത്രീ പറയാണ്. നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ബേസിക് പോയിന്റ് അതാണ്. ഞാൻ അവൾക്ക് വേണ്ടി ഒരു ടോയ് വാങ്ങിച്ചുകൊണ്ടുപോയി. അവളുടെ ഒപ്പം വേറൊരു കൂട്ടുകാരി കൂടെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത് ഡിഡ് യു ബൈ സംതിങ് ഫോർ ഹെയർ? അത് അവൾ പഠിച്ചത് അവൾക്ക് ഖത്തറിൽ കിട്ടിയ നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. എനിക്ക് മാത്രമായിട്ട് കിട്ടുമ്പോൾ എൻ്റെ കൂട്ടുകാരിക്ക് സങ്കടം ഉണ്ടാവുന്ന അവൾ മൊറാലിറ്റി പഠിപ്പിച്ചോ മതം പഠിപ്പിച്ചതോ അല്ല. അപ്ലോഡ് ചെയ്യാണ് സെക്സ് എന്താണ് കേട്ടിട്ടുണ്ടോ സംഭവം? പുതിയ കണ്ടെത്തൽ എന്താണ്? കിടക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് വരെ മൊബൈലൊന്നും നോക്കരുത്. എന്തെങ്കിലും കണ്ടിട്ട് നല്ലൊരു തോട്ടുമായിട്ട് കിടക്കാം. കാരണം നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് ബ്രെയിൻ അതിന്റെ റിപ്പയർ വർക്ക് എടുക്കുന്നത്. ലാസ്റ്റ് കിട്ടിയ തോട്ട് വെച്ചിട്ടാണ് അതിന്റെ പ്രോസസ്സ് ആരംഭിക്കുന്നത്. അതൊരു പോസിറ്റീവ് തോട്ടാണെങ്കിൽ നിങ്ങൾ റിപ്പയർ വർക്ക് ഭംഗിയായിട്ട് നടക്കും. ഇതിന്റെ ഇടയിൽ പണ്ട് അമ്മമാര് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് കിടക്കണം, കുരിശ് വരച്ചിട്ട് നാമം ചൊല്ലി കിടക്കണ. സെയിം ആണെന്നേ. ഒന്നും ആഗ്രഹിക്കാത്തവരുടെ മനസ്സിൽ ഒരു ശൂന്യതയുണ്ട്. ഒന്നും വെട്ടിപ്പിടിക്കാൻ ആഗ്രഹമില്ല, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. വാശികളൊന്നും ഇല്ലാത്തൊരു മനസ്സിൽ ഒരു എംപ്റ്റി സ്പേസ് ഉണ്ട്. ആ എംപ്റ്റി സ്പേസിലേക്ക് പ്രകൃതി അത് കണ്ട് വെച്ചു കൊടുക്കുന്നതാണ് ഗ്രേസ്. ഞാൻ തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ ഒടുക്കത്തെ ഇന്റർവ്യൂ ആണ്. എനിക്കിങ്ങനെ അധികം ഇന്റർവ്യൂസ് എപ്പോഴും ലൈമിലായിട്ട് നിൽക്കണമെന്നില്ല. ട്രൂത്തുള്ള ഉത്തരം കൊടുക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം റിഗ്രറ്റ് ചെയ്ത് നിൽക്കട്ടെ. എൻ്റെ മനസ്സിൽ വരുന്ന ഏറ്റവും സിൻസിയറായിട്ട് ഉത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് ഇടുന്നു. എന്ത് നമ്മളിത് വൃത്തിക്കും മെനക്കും. നിങ്ങൾ ഇത് കുറെ നേരം പ്രിപ്പയർ ചെയ്ത് കുറെ ഷീറ്റൊക്കെ വെച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ആണോ ഷീറ്റൊന്നും ഇല്ലാതിരിക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ ഏറ്റവും